പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ അവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനം നമ്മളെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നമ്മളെ ബലപ്പെടുത്തി നിർത്തുന്നതാണല്ലോ. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് പല പുതിയ തുടക്കം തരുന്ന ദൈവത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. സഭാപ്രസംഗി 3-ാം അധ്യായത്തിൽ നാം കാണുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗി 7:8 ഒരു കാര്യത്തിൻ്റെ ആരംഭത്തേക്കാൾ അതിൻ്റെ അവസാനം നല്ലത്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും എന്നുള്ള അവസ്ഥയല്ല അതിൻ്റെ അവസാനം എന്ന് നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാനിടയായിത്തീരും. യെശയ്യാപ്രവചനം 43:18 വാക്യം, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവമാണ്. സഹിഷ്ണുതയോടെ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യും. 2 കൊരിന്ത്യർ 5:17 ഉണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. കർത്താവിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ കാലയളവിൽ കർത്താവിനെ കണ്ടുമുട്ടുവാനുള്ള വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ തന്നു. കർത്താവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ നമ്മുടെ ചരിത്രത്തെ ദൈവം മാറ്റുവാനിടയായി. ടോട്ടലി നമ്മൾ ചേഞ്ച് ആകുവാൻ ഇടയായി. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തെ മുഖാമുഖം കണ്ട അല്ലെങ്കിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൽ യാക്കോബിനെ കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ 22-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബ്ബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനരികെ എത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഹല്ലേലൂയ. ചില ഏകാന്തതയുടെ അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ്സുദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ. ദൈവസന്നിധിയിൽ ഏകാന്ത അനുഭവത്തിൽ ദൈവമുഖത്തേക്ക് നോക്കുന്നവർക്ക് വേണ്ടി ദൈവം പുതിയ തുടക്കം തരുന്ന ദൈവമാണ്. അവിടെ യാക്കോബിനോട് ദൂതൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേരെന്ത് എന്നവനോട് ചോദിച്ചതിന് യാക്കോബ് എന്നവൻ പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പേര് മാറ്റുന്ന ദൈവം, നമ്മുടെ ചരിത്രം മാറ്റുന്ന ദൈവം, അന്ന് വരെയുള്ള അനുഭവത്തിൽ നിന്ന് പുതിയൊരു തുടക്കം തരുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. നമുക്കതിൻ്റെ 30-ാം വാക്യം കാണുന്നുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും. ഉൽപ്പത്തി പുസ്തകം 32:30 വാക്യം, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ് ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ദൈവത്തെ മുഖാമുഖം കാണുവാൻ യാക്കോബിനെ ദൈവം സഹായിച്ചു. ആമേൻ. ആ പെനിയേൽ കടന്നു പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ മുഖാമുഖം കണ്ട യാക്കോബ്, ആമേൻ, രാത്രിയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ച യാക്കോബിൻ്റെ മുൻപിൽ, ആമേൻ, പെനിയേൽ കടന്നുപോയപ്പോൾ സൂര്യൻ ഉദിക്കുവാനിടയായി. നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ അനുഭവത്തിൽ, ആമേൻ, ഇരുളടഞ്ഞ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ പുതിയൊരു തുടക്കം, ഇവിടെ വായിക്കുന്നല്ലോ, പെനിയേൽ കടന്നുപോയപ്പോൾ സൂര്യൻ ഉദിച്ചു. പുതിയ തുടക്കം തരുവാൻ ദൈവം വിശ്വസ്തനാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, രൂത്തിൻ്റെ ചരിത്രത്തെ ദൈവം മാറ്റി എഴുതി. ആമേൻ. ഹല്ലേലൂയ. വളരെ ശൂന്യമായ അവസ്ഥയിൽ
ആമേൻ. നിറഞ്ഞവരായിപ്പോയവർ ഒഴിഞ്ഞവരായി മടങ്ങുന്ന ഒരു നവോമിയും രൂത്തിനെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒഴിഞ്ഞവരായി മോവാബിൽ നിന്ന് ബത്ലഹേമിലേക്ക് മടങ്ങുന്ന ഒരു രൂത്തും നവോമിയും. എന്നാൽ ബോവസിൻ്റെ വയലിൽ കാലാപെറുക്കുവാനായിട്ട് രൂത്ത് കടന്നുപോയി. പിന്നത്തേതിൽ ബോവസിൻ്റെ വയലിൻ്റെ ഉടമയായി തീരത്തക്കവണ്ണം, ബോവസിൻ്റെ കാന്തിയായി തീരത്തക്കവണ്ണം രൂത്തിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ തക്കവണ്ണോടെ പുതിയ തുടക്കം രൂത്തിന് അവിടെ ലഭിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ സാഹചര്യത്തിൽ ദൈവം രൂത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുകയാണ്. ഹല്ലേലൂയ. നമുക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയാത്ത, നമ്മുടെ പിടിയിൽ ഒതുങ്ങാത്ത വിഷയം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവഹിതത്തിനായി നമ്മളെ സമർപ്പിക്കുക. നമ്മുടെ മനസ്സതിന് വേണ്ടി ഒരുക്കുക. ദൈവം ഒരുക്കുന്ന നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ മനസ്സുറപ്പിച്ച് നീങ്ങുക. ഹല്ലേലൂയ. ദൈവം തരുന്ന അവസരങ്ങൾ നമ്മൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ചുവടുവയ്ക്കുവാൻ തയ്യാറാകുക. നമ്മൾ മുന്നോട്ട് നീങ്ങുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ദൈവം പഠിപ്പിച്ച പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ തുടക്കത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ കടന്നുപോയ പാതകളൊന്നും നഷ്ടമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെല്ലാം ഓരോ സ്റ്റെപ്പും അത് ദൈവം നമ്മളെ അതിൽ കൂടെ നടത്തുകയായിരുന്നു. അതൊന്നും വേസ്റ്റല്ല. ഹല്ലേലൂയ. നമുക്കൊരു പുതിയ തുടക്കം തരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു പോയിന്റിൻ്റെ ഒടുക്കത്തിൽ നിന്നാണ് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നല്ല പുതിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയിട്ടുകൊണ്ട് അതിലേക്ക് നമ്മുടെ കാലുകൾ എടുത്തു വെച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം. കർത്താവ് അതിനായിട്ട് നമ്മെ അവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.